മേൽക്കൂര തകർന്നു വീണ കാർത്തികപ്പള്ളി സ്കൂളിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർ സ്കൂളിന് അകത്തേക്ക് തള്ളിക്കയറിയതോടെ CPM പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പ്രതിഷേധം കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പാത്രങ്ങളടക്കം വലിച്ചെറിഞ്ഞായിരുന്നു ആക്രമണം. സംഘർഷത്തിൽ മാധ്യമപ്രവർത്തകൻ അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണത്. മേൽക്കൂര തകർന്നു വീണ കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പാത്രങ്ങളടക്കം വലിച്ചെറിഞ്ഞായിരുന്നു ആക്രമണം. ഗേറ്റ് തള്ളി തുറന്ന് പ്രവർത്തകർ സ്കൂളിന് അകത്തേക്ക് തള്ളിക്കയറിയതോടെ CPM പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പ്രതിഷേധം കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. സംഘർഷത്തിൽ മാധ്യമപ്രവർത്തകനും ഗ്രാമപഞ്ചായത്ത് അംഗത്തിനും പരിക്കേറ്റു. ക്ലാസ് നടക്കുന്നതിനിടയിലായിരുന്നു പ്രതിഷേധവും കയ്യാങ്കളിയും ഉടലെടുത്തത്. പ്രവർത്തകർ കസേരകൾ ഉൾപ്പെടെ കയ്യിൽ കെട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസ് ഈ സമയം ഉണ്ടായിരുന്നില്ല. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ പിന്നിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസുകാർ പറയുന്നു. ഇവിടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ആര് അനുമതി കൊടുത്താലും ശരി, ഫിറ്റ്നസ് കൊടുത്തതിന് ശേഷം മാത്രമേ പുതിയ ബിൽഡിംഗ് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? കഴിഞ്ഞ ദിവസം തേവലക്കരയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നമുണ്ടായപ്പോ മിഥുൻ എന്ന കുട്ടി മരിച്ചപ്പോ ആലപ്പുഴ ചേർത്തലയിലെ 2 സ്കൂൾ കെട്ടിടങ്ങളെ ഉദ്ഘാടനം മാറ്റിവെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മിണ്ടല്ലേ, സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് സമാധാനപരമായി സ്കൂളിൽ നിന്ന് വിടണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം സ്കൂൾ തുറക്കാവൂ എന്ന് പ്രിൻസിപ്പലിനെ കാണാൻ വന്നപ്പോ BJPയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് അളിയനാണ് ഇവിടുത്തെ HM എന്ന് പറയുന്നവൻ. അവൻ ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി CPMകാരെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളെ തല്ലിക്കാൻ ശ്രമിക്കുന്നു. സമാധാനപരമായി ഇവിടെ സമരം ചെയ്യുമ്പോ CPMമാർ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചതാണ്. മാധ്യമപ്രവർത്തകർ സാക്ഷിയാണ്. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, അവരുടെ തലയ്ക്ക് കസേര എടുത്തെറിഞ്ഞു, പ്രിയപ്പെട്ട ഡാനിയുടെ തലയടിച്ചു പൊട്ടിച്ചു. പോലീസുകാരോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആലപ്പുഴയിലെ സമരങ്ങൾ രക്തരൂക്ഷിതമായ അനേകം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ഏതെങ്കിലും CPMകാരനെ DYFകാരനെ പോലീസുകാരനെ പേടിച്ച് ഇവിടെ നിന്ന് മുട്ടുമടക്കി പോകാൻ ഞങ്ങൾ DYFകാരല്ല. ഈ പ്രിൻസിപ്പലിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുന്ന ആ നിമിഷം വരെ ഈ സ്കൂളിൽ തുടർ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി ഗ്രാമപഞ്ചായത്ത് അംഗവും പറയുന്നു. അവർ ഗേറ്റ് എടുക്കാമെന്ന് ഗേറ്റ് തള്ളി തുറന്ന് സ്കൂളിലേക്ക് കയറി. സ്കൂളിലെ ബെഞ്ച്, കസേര ഇതൊക്കെ തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് അവർ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകളിലേക്ക് കയറിയപ്പോൾ നമ്മൾ ശരിയല്ല, കുട്ടികൾ പേടിച്ച് കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക് വന്നപ്പോൾ നീ ആരാടാന്ന് ചോദിച്ച് എന്നെ അവർ പട്ടിയൽ കഷ്ണം കൊണ്ട് തലക്കടിച്ചു. എന്നിട്ട് അവർ പ്രകോപനപരമായി കുറച്ച് അവിടെ കിടന്ന കസേര സംഭവം എല്ലാം എടുത്തെറിയുന്നു. അതിനുശേഷം അവർ ഭക്ഷണത്തിന്റെ വിളമ്പാനായിട്ട് വെച്ചിരുന്ന ഡെസ്കിന്റെ പുറത്ത് ഭക്ഷണം വെച്ച് മണ്ണ് വാരിയിടുകയും ആ പാത്രങ്ങൾ അകത്ത് കയറി നോക്കിയാൽ കാണും പാത്രങ്ങൾ മൊത്തം തല്ലിപ്പൊട്ടിച്ച് വിട്ടേക്കുകയാണ്. ഇത് ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്ന പോലും ഒരു സമരം വളരെ ഒരു ആഭാസ സമരമായി മാറുകയായിരുന്നു. പക്ഷേ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തതിന് ആർക്കും ഒരു എതിരില്ല. അവർ തന്നെ ചെയ്ത് അവരുടെ ഭരിക്കുന്ന അവരുടെ പഞ്ചായത്തിൽ അവരുടെ ചെയ്തു പോയ തെറ്റ് മൂടി വെക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിട്ടാണ് ഇതിനെ കാണുന്നത്. നേരത്തെ സ്കൂളിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ബലമായി പുറത്തിറക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് വഴിയൊരുക്കിയിരുന്നു. CPM പ്രതിനിധിയായ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് മാധ്യമങ്ങളെ പുറത്താക്കിയത്. മാധ്യമങ്ങളെ സ്കൂളിനുള്ളിൽ കയറ്റണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പിന്നീട് പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണത്. അവധി ദിവസമായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. CDNet ന്യൂസ്, ഹരിപ്പാട്.